ഒന്നാം വാർഡ് പ്രിയപ്പെട്ട ശ്രീമതി എൽസമ്മ ജോസഫ്. രണ്ടാം വാർഡ് ശ്രീ കുഞ്ചറിയ കൂർത്തശ്ശേരി, നിലവിലുള്ള പഞ്ചായത്ത് മെമ്പറാണ്. മൂന്നാം വാർഡ് ശ്രീമതി ദീപ മണിലാൽ. നാലാം വാർഡ് ശ്രീ പി ഉദയകുമാർ കൂട്ടുപള്ളിമട്ടം, നമ്മുടെ മണ്ഡലം പ്രസിഡന്റ് കൂടിയാണ്. അഞ്ചാം വാർഡ് ശ്രീമതി ശാന്തി മനോജ് പുത്തഞ്ചിറ. ഞാൻ ആരുടെ വിശേഷങ്ങൾ ഇപ്പൊ പറയുന്നില്ല, സമയം പോയത് കൊണ്ട് പെട്ടെന്ന് നിർത്തുക. ആറാം വാർഡ് പ്രിയപ്പെട്ട ശ്രീ എം റോഫിൻ കാവാലം, നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ റോഫിൻ കാവാലം. ഏഴാം വാർഡ് ശ്രീമതി ജയമ്മ ബാബു. എട്ടാം വാർഡ് ശ്രീമതി ശ്രീജ കണ്ണൻ. ശക്തമായ മത്സരമാണ് നടക്കുന്നത്, ഞാൻ അറിയുന്നുണ്ട്, സന്തോഷം. ഒമ്പതാം വാർഡ് ശ്രീമതി ലിജ ജോസ് ഊട്ടി വിരുത്തിക്കരി. ഞാൻ ഈ വാർഡിന്റെ കാര്യമാണ് എടുത്തു പറഞ്ഞത്. ദയവായി കോൺഗ്രസിന്റെ ഭാരവാഹികൾ ഇതിൽ നിന്ന് പിൻവാങ്ങണം. ലിജ ജോസ് ഊട്ടിയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി. കാര്യത്തിൽ മാറ്റമില്ല. അതുകൊണ്ട് ദയവായി മറ്റുള്ളവർ പിന്മാറണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പത്താം വാർഡ് ശ്രീമതി സുനിമോൾ പുതിയോട് വടക്കൻ വെളിയനാട്. 11ാം വാർഡ് ശ്രീ ശ്യാംകുമാർ ശങ്കരൻ. 12ാം വാർഡ് ശ്രീ ഉദയകുമാർ ഗ്രീൻവില്ല, ദീർഘകാലമായി കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്ന, ഇപ്പൊ നമ്മുടെ ബൂത്ത് പ്രസിഡന്റും വാർഡ് പ്രസിഡന്റും ഒക്കെയാണ്. 13ാം വാർഡ് ശ്രീ വിജിമോൾ KC. 13ാം വാർഡ് ഇന്ന് വരെ UDF ജയിച്ചിട്ടില്ല. ഇത്തവണ പക്ഷേ അതിനുള്ള സാഹചര്യം ഉണ്ടെന്നാണ് അറിയുന്നത്, സന്തോഷം. അടുത്തത് പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ. കാവാലം ഡിവിഷനിൽ കാവാലം ഡിവിഷൻ പ്രിയപ്പെട്ട ശ്രീമതി ധന്യ അനീഷ്, നമ്മുടെ ചെറുകര ബോസിയാട്ടന്റെ മകന്റെ ഭാര്യയാണ്. നാരകത്ര ഡിവിഷൻ ശ്രീമതി രമാദേവി. നേരത്തെ കഴിഞ്ഞോടെ മത്സരിച്ച ഒരു രമാദേവിയാണ്. ആ രമാദേവി അല്ല, ഇത് നമ്മുടെ കാവാലത്തുള്ള രമാദേവി. കുന്നുമ ഡിവിഷനിൽ നിന്നും ഏറെ പ്രിയപ്പെട്ട ശ്രീമതി സാലിമ ബാബു കച്ചാറ. പിന്നെ ജില്ലാ ഡിവിഷൻ, അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ലളിതകുമാരി ടീച്ചറാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഇന്ന് വരെ വെളിയനാട് ഡിവിഷൻ നമ്മൾ ജയിച്ചിട്ടില്ല. ഇന്ന് വരെ വെളിയനാട് ഡിവിഷനിൽ നമ്മൾ പരാജയം തുണഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ ഇത്തവണ തീർച്ചയായും അനുകൂലമായ ഒരു സാഹചര്യമുണ്ട്. ലളിത ടീച്ചറിന്റെ പിന്നെ ശിഷ്യ സമ്പത്ത് തന്നെ, അതുപോലെ തന്നെ രക്ഷിതാക്കളുടെയും ഒക്കെ അധ്യാപക സുഹൃത്തുക്കളുടെയും ഒക്കെ സമ്പത്ത് തന്നെ വലുതാണ്.